ഹായ് ഓൾ, വെൽക്കം ടു എജ്യൂബ്ലിസ് ലേണിംഗ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ NIT കാലിക്കറ്റിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും NIT എന്ന് കേൾക്കുമ്പോൾ എന്തിനെക്കുറിച്ചാണ് ആലോചിക്കൽ? അവിടെ എന്ത് മാത്രമുള്ളതെന്നാണ് നമ്മൾ വിശ്വസിക്കൽ. അതായത് എൻജിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ടെന്നാണല്ലോ നമ്മൾ വിചാരിക്കൽ. സോ NIT കാലിക്കറ്റ് നമ്മളെ അടുത്തുള്ള സ്ഥാപനമാണ്. സോ കേരളത്തിലെ ഏറ്റവും മികച്ചൊരു സ്ഥാപനമാണ് NIT കാലിക്കറ്റ്. അപ്പോൾ ഇവിടെ 3 years ആയിട്ട് എന്ത് വന്നിട്ടുണ്ട്? ITEP പ്രോഗ്രാംസ് വന്നിട്ടുണ്ട്. എന്താണ് ITEP പ്രോഗ്രാംസ്? അതായത് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ആണ് ITEP. അതായത് എന്ന് വെച്ചാൽ ഡിഗ്രിയുടെ കൂടെ നമുക്ക് എന്തും ലഭിക്കും, BEdും ലഭിക്കുന്ന ഒരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് ITEP പ്രോഗ്രാംസ്. സോ നമ്മുടെ കേരളത്തിൽ ഇത്രയും സൂപ്പറായിട്ടുള്ള പ്രോഗ്രാംസൊക്കെ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ മലയാളീസിന് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് വളരെ കുറവാണ്. സോ ഇവിടെ NIT കാലിക്കറ്റിൻ്റെ എക്സാമ്പിൾ എടുത്താൽ അവിടെയൊക്കെ നമ്മൾ മലയാളീസിൻ്റെ എൻറോൾമെൻറ്റ് വളരെ കുറവാണ്, പ്രത്യേകിച്ച് ഈ കോഴ്സുകളിലൊക്കെ. കാരണം എന്താണ്? ഫുള്ള് കേരളത്തിന് പുറത്തുള്ള നോർത്ത് ഇന്ത്യൻസാണ്, അവരാണ് ഇതിനെക്കുറിച്ച് അവെയറായിട്ടുള്ളത്. നമ്മൾ മലയാളീസ് ഇതിനെക്കുറിച്ച് അവെയറല്ല. സോ ഇവിടെ NITയിൽ പഠിച്ചാലുള്ള നമ്മളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയായിരിക്കും? NIT നമുക്കറിയാലോ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ, ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമാണ്. അപ്പോൾ അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അവിടെയുള്ള ഫാക്കൽറ്റീസ്, ഇതൊക്കെ എന്തായിരിക്കും നമ്മുടെ രാജ്യത്ത് കിട്ടാവുന്നതിൽ വെച്ചിട്ടുള്ള ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് ക്വാളിറ്റിയിലായിരിക്കും നമുക്ക് NITയിൽ നിന്ന് നമുക്ക് ഡിഗ്രി കിട്ടുക. സോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഭാഗമായിട്ട് എന്താണ് പുതുതായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള 4 year ഡിഗ്രി പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ട് NITകളിൽ എന്താണ് എൻജിനീയറിംഗ് അല്ലാത്തതിൻ്റെ കൂടെ ഡിഗ്രി ലെവൽസും ഇപ്പോൾ ഓഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ NITയിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ് BSc BEd എന്ന് വെച്ചാൽ സയൻസ്. NIT ഒരു ടെക്നോളജി റിലേറ്റഡ് ആണല്ലോ. അപ്പോൾ ഇവിടെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്സിലുള്ള ഡിഗ്രി പ്രോഗ്രാംസ് ആണ്. സോ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിഗ്രി പ്രോഗ്രാംസ് ആണ്. ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? BSc BEd ഉണ്ട്. അതായത് BSc BEd എന്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്? മാത്സ് മേജറിൽ അവൈലബിൾ ആണ്. അതായത് മാത്സിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള BSc BEd ഇൻ മാത്സ് അവൈലബിൾ ആണ്. അതുപോലെ BSc BEd ഇൻ ഫിസിക്സ് അവൈലബിൾ ആണ്. അതുപോലെ BSc BEd ഇൻ കെമിസ്ട്രി. സോ ഈ 3 സ്ട്രീമിലുള്ള BSc BEd പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. മാത്സിൽ 20 സീറ്റ്സും പിന്നെ റിമൈനിങ് ആയിട്ടുള്ള 2 കോഴ്സായിട്ടുള്ള ഫിസിക്സിലും കെമിസ്ട്രിയിലും 15 സീറ്റുമാണ് അവൈലബിൾ ആയിട്ടുള്ള. ടോട്ടൽ 50ഓളം സീറ്റ്സ് അവൈലബിൾ ആണ്. സോ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരു കോളേജിൽ എയ്ഡഡിലോ ഗവൺമെൻറ്റിലോ പഠിക്കുന്നതിനേക്കാട്ടിൽ എത്രയോ മികച്ച എക്സ്പോഷറാണ് നമുക്ക് എന്തിൽ കിട്ടുക? ഒരു നാഷണൽ ലെവൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുക. പിന്നെ പൊതുവേ നമ്മുടെ നാട്ടിലുള്ള നമ്മൾ ഡിഗ്രിക്ക് ശേഷമാണല്ലോ BEd എടുക്കുന്നത്. നമ്മുടെ ഗവൺമെൻറ് സെക്ടറിലും ഒക്കെ BEd ചെയ്യാനുള്ള അവസരം വളരെ കുറവാണ്. അതുപോലെ എയ്ഡഡ് കോളേജുകളിലും സീറ്റ് വളരെ കുറവാണ്. സോ നമ്മൾ എവിടെ നിന്നായിരിക്കും മിക്കവാറും BEd നമ്മൾ എടുക്കുക? പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസുകളിൽ നിന്നായിരിക്കും നമ്മൾ BEd കേരളത്തിൽ നിന്ന് പൊതുവേ എടുക്കുക. പക്ഷേ ആ സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്താണ്? നമ്മൾ ഭീമമായിട്ടുള്ള ഫീസ് കൊടുത്താലും നമുക്ക് വെരി ലോ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുക. പക്ഷേ NITയിൽ ഈ ഇത്തരം കോഴ്സിന് ചേർന്നാൽ ഫീസ് അത്യാവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ മികച്ച രീതിയിൽ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവും. സോ NITയിൽ നിന്ന് BEd എടുത്താൽ പിന്നുള്ള ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാ കോളേജിൽ നിന്ന് ഇപ്പോൾ BSc നമ്മുടെ സാധാ BEd ഒക്കെ എടുത്താലുള്ള അവസ്ഥ എന്താ? നമുക്ക് നാട്ടിലുള്ള ഏതെങ്കിലും സാധാ സ്കൂളുകളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എക്സാംസൊക്കെ എഴുതാൻ മാത്രമല്ല നമ്മൾ സ്കിൽഫുള്ളായി. നമുക്കൊരിക്കലും നല്ല സൂപ്പറായിട്ടുള്ള EdTech സ്ഥാപനങ്ങളിൽ ഒരിക്കലും നമുക്ക് ജോലി കിട്ടില്ല. കാരണം എന്താ? നമ്മളിപ്പോഴും പഠിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മളിപ്പോഴും BEd ഒക്കെ പഠിക്കുന്നത് എന്താണ്? ചാർട്ടിലും കുറച്ച് പേപ്പറുകളിലും എന്തെങ്കിലും സാധന രൂപങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെയാണ് നമ്മളിപ്പോഴും BEd പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നത്. പക്ഷേ ലോകം കുറേ മാറിയിട്ടുണ്ട്. മോഡേൺ എഡ്യൂക്കേഷൻ ടെക്നോളജീസിനെ കുറിച്ചൊന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല. സോ നിങ്ങൾ NITയിൽ നിന്നൊക്കെ BEd എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കുറച്ചുകൂടി മികച്ച സ്ഥാപനങ്ങളിൽ നിന്ന് കേരളത്തിന് പുറത്തുള്ള കേരളത്തിനകത്തുള്ള ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതായത് ഇന്ത്യയിലെ തന്നെ രാജ്യത്തെ സൂപ്പറായിട്ടുള്ള EdTech ഫേംസിലൂടെയും നിങ്ങൾക്ക് ഗവൺമെൻറ് ഓപ്ഷൻസിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് ജോലി കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് NIT കാലിക്കറ്റ് നമ്മൾ BEd എടുത്താലുള്ള അഡ്വാൻറ്റേജസ്.